നമ്മുടെ വിട്ടുപിരിഞ്ഞ നേതാക്കളെ നാം സ്മരിക്കുമ്പോൾ ഓരോ വേർപാടും ഉണ്ടാക്കുന്ന വിടവ് വളരെ വലുതാണ്. അവരോരോരുത്തരും പ്രത്യേകമായ രീതിയിൽ കഴിവ് നേടിയവരായിരുന്നു. അവരില്ലാത്ത ഒരു നേതൃതലത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും പ്രയാസമായിരുന്നു. പക്ഷേ നമുക്കറിയാം ഒരു ഘട്ടത്തിൽ ഓരോരുത്തരായി വിട പറയുമെന്നത്. അങ്ങനെ വിട പറഞ്ഞ നേതാവിൻ്റെ പ്രവർത്തന രീതി അത് പാർട്ടിയുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൂടി വളർന്നു വരുന്നതാണ്. അതിൻ്റെ ഭാഗമായി തന്നെ അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലക്ക് ഇല്ലാതാകുന്നെങ്കിലും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളോടൊപ്പം പങ്കുവഹിച്ചവര്, ഒപ്പം സഞ്ചരിച്ചവര്, ആ പ്രവർത്തനങ്ങൾ മാതൃകയാക്കിക്കൊണ്ടുള്ള കൂട്ടായ പ്രവർത്തനം നടത്താനാണ് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് മഹാരഥന്മാരായ ഒട്ടേറെ അനിതര സാധാരണമായ കഴിവുണ്ടായിരുന്ന നേതാക്കൾ ഓരോരുത്തരായി വിട്ടുപിരിയുമ്പോഴും പാർട്ടിക്ക് ആ കൂട്ടായ നേതൃത്വം നിലനിർത്താൻ കഴിഞ്ഞത്. വി എസിന്റെ കാര്യത്തിലും അതേ തലം തന്നെയാണ് പാർട്ടി സ്വീകരിച്ചു പോകുന്നത്. വി എസിന് പകരമായി വി എസ് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ വി എസ് നമ്മെ വിട്ടുപിരിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇവിടെ എവിടെയൊക്കെയോ ഉണ്ട് എന്ന തരത്തിലുള്ളൊരു പ്രതീതിയാണ് പല ഘട്ടങ്ങളിലും പലർക്കും ഉണ്ടായിട്ടുണ്ട്. കാരണം അത്ര കണ്ട് നാടുമായും ജനങ്ങളുമായും ഇഴുകിച്ചേർന്നതായിരുന്നു ആ ജീവിതം. അതുകൊണ്ട് തന്നെ കടന്നു വരുന്ന ഓരോ ഘട്ടത്തിലും വി എസിനെ ഓർക്കുന്ന നില പലരിലും ഉണ്ടായിരുന്നു. ഇവിടെ വി എസിന്റെ ബാല്യകാലത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ സംഘാടന മികവിനെ കുറിച്ചുമൊക്കെ വിശദമായി തന്നെ പറഞ്ഞു കഴിഞ്ഞില്ല. വീണ്ടും ഞാൻ അതിലേക്ക് പോകുന്നില്ല. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആലപ്പുഴയിൽ നിന്നുള്ള അംഗമായിരുന്നു വി എസ്. ആ രീതിയിൽ നേരത്തെ മുതൽക്ക് തന്നെ നേതൃതലത്തിൽ ഉയരാനും അംഗീകാരം നേടാനും വി എസിന് കഴിഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനം അദ്ദേഹം നടത്തിയ പ്രവർത്തനം തന്നെയാണ്. ജനങ്ങൾക്ക് വേണ്ടി, അധ്വാനിക്കുന്ന വർഗത്തിനു വേണ്ടി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളും പ്രക്ഷോഭങ്ങളും അതിലൂടെയാണ് വൻ അംഗീകാരത്തിലേക്ക് സഖാവ് ഉയരുന്നത്. പാർട്ടിയുടെ സന്നിഗ്ധ ഘട്ടങ്ങളിലെല്ലാം കൃത്യമായ പങ്കുവഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. 1957 കേരളത്തിൽ ഗവൺമെന്റ് രൂപം കൊള്ളുകയും പാർലമെന്ററി ജനാധിപത്യം അനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരികയും ഒക്കെ സംഭവിച്ചപ്പോൾ ഇതേ മാർഗത്തിൽ തന്നെ കാര്യങ്ങളിനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലേ എന്ന ചിന്ത വലിയ തോതിൽ തന്നെ ഉയർന്നു വരികയുണ്ട്. ആ കാലം സോവിയറ്റ് യൂണിയൻ കരുത്തോടെ നിൽക്കുന്ന കാലവുമാണ്. അതിൻ്റെ ഭാഗമായുള്ള വലിയ തോതിലുള്ള റിവിഷനിസ്റ്റ് ചിന്താഗതികൾ വൻതോതിൽ ശക്തിപ്പെട്ടു. ഇന്ത്യയിലെ പാർട്ടി അതിൻ്റെ ഭാഗമായുള്ള പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്ന പാർട്ടിയാണ്. ആ ഘട്ടത്തിൽ ഉറച്ച വിപ്ലവകരമായ നിലപാട് സ്വീകരിച്ച് റിവിഷനിസ്റ്റ് ചിന്താഗതിക്ക് അടിപ്പെട്ടാൽ പാർട്ടി പൂർണ്ണമായും തകർന്നു പോകാനിടയുണ്ട് എന്ന ധാരണയോടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സംരക്ഷിക്കുന്നതിനായി ശക്തമായ നിലപാട് അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃസമിതികളിൽ ഉയർന്നു വന്നു. ആ കൂട്ടത്തിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ലാതെ, അർത്ഥശങ്കക്കിടയില്ലാത്ത നിലപാട് സ്വീകരിച്ച് നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന 32 പേരിൽ ഒരാളായിരുന്നു വി എസ്. ഇവിടെ CPIM കരുത്താർജിക്കുക എന്നത് ഏറ്റവും പ്രധാനമായിരുന്നു. കേരളത്തിൽ CPIMനെ കരുത്തുറ്റ രീതിയിൽ ജനപിന്തുണയുള്ളൊരു പ്രസ്ഥാനമാക്കി തീർക്കുന്നതിന് വൻതോതിലുള്ള രാഷ്ട്രീയ സംവാദങ്ങൾ ആ കാലത്ത് കേരളത്തിൽ നടന്നിരുന്നു. അതിൽ സുപ്രധാനമായ പങ്ക് വി എസിനും വഹിക്കാൻ കഴിഞ്ഞിരുന്നു. ആലപ്പുഴയിലെ നേതൃനിരയിൽ നല്ലൊരു ഭാഗം വ്യത്യസ്ത നിലപാട് സ്വീകരിച്ച ഘട്ടമായിരുന്നു അത്. CPIMനെ പിളർപ്പന്മാരുടെ പാർട്ടി എന്നായിരുന്നു ആക്ഷേപിച്ചിരുന്നത്. അതിനെല്ലാം നേരിട്ട് CPIM കരുത്തുറ്റ ഭോജന പ്രസ്ഥാനമാക്കി മാറ്റുന്നതിന്, പോർലേൽക്കാതെ നിലനിർത്തുന്നതിന് അനിതരസാധാരണമായ നേതൃത്വമായിരുന്നു വി എസ് ആ കാലത്ത് നൽകിയിരുന്നത്. നിരവധി പോരാട്ടങ്ങൾ, നിരവധി പ്രക്ഷോഭങ്ങൾ എല്ലാം വി എസിൻ്റെതായി പ്രത്യേകം അടയാളപ്പെടുത്താനുണ്ട്. ഉജ്ജ്വലമായ നേതൃപാടവം അദ്ദേഹം കാണിച്ചിരുന്നു. എതിർപ്പുകളുടെ, ഭരണകൂട മർദ്ദനങ്ങളുടെ മുന്നിൽ പതറാതെ ദൃഢയുക്തനായി പ്രസ്ഥാനത്തെ നയിക്കാൻ വി എസിന് കഴിഞ്ഞിരുന്നു. പല രീതിയിലുള്ള മർദ്ദന സംവിധാനങ്ങളും വി എസിന് നേരെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒന്നും ഭാഗമായി ഒരു ഘട്ടത്തിലും തകർന്നു പോയിട്ടില്ല. കൂടുതൽ തെളിമയോടെ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. പാർലമെന്ററി രംഗത്തും നല്ല രീതിയിലുള്ള ഇടപെടലാണ് വി എസിന്റെ ഭാഗത്തുണ്ടായത്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ വിശദമായി പോകുന്നില്ല. പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും ഒക്കെ പ്രവർത്തിച്ചപ്പോൾ കേരളമാകെ ശ്രദ്ധിക്കത്തക്ക രീതിയിലുള്ള പ്രത്യേകതകൾ അദ്ദേഹത്തിൻ്റെതായി സംഭാവന ചെയ്യാൻ കഴിഞ്ഞിരുന്നു. വലിയ തോതിലുള്ള ബഹുജന അംഗീകാരം നേടാൻ വി എസിന് കഴിഞ്ഞിരുന്നു.
കേരളത്തിലെ സമാനരായ പാർട്ടി നേതാക്കളിൽ ഏറ്റവും ദീർഘകാലം നേതൃതലത്തിൽ നിന്നുകൊണ്ട് പാർട്ടിയെ നയിക്കുന്നതിനും നേതൃത്വം കൊടുക്കുന്നതിനും അവസരം ലഭിച്ച സഖാവ് കൂടിയായിരുന്നു VS. 102 വയസ്സുവരെ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയും. എല്ലാറ്റിലും ആ പോരാട്ട വീറുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ആബാലവൃദ്ധം ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച, അധ്വാനിക്കുന്നവർക്ക് വേണ്ടി ജീവിച്ച ആ രാഷ്ട്രീയ നേതാവിനെ രാഷ്ട്രീയം മറന്നുകൊണ്ട് തന്നെ അംഗീകരിക്കുന്ന നിലയാണ് ഉണ്ടായത്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറം പ്രത്യേകമായ ഒരു തലത്തിലേക്ക് ഉയരാൻ അദ്ദേഹത്തിന്റെ ബഹുജന പ്രവർത്തനം, സമരപ്രക്ഷോഭങ്ങളിലെ പങ്കാളിത്തം, അവയിൽ വഹിച്ച നേതൃത്വം ഇടയാക്കി എന്നത് വസ്തുതയാണ്. നമ്മുടെ വിട്ടുപിരിഞ്ഞ നേതാക്കളെ നാം സ്മരിക്കുമ്പോൾ ഓരോ വേർപാടും ഉണ്ടാക്കുന്ന വിടവ് വളരെ വലുതാണ്. അവരോരോരുത്തരും പ്രത്യേകമായ രീതിയിൽ കഴിവ് നേടിയവരായിരുന്നു. അവരില്ലാത്ത ഒരു നേതൃതലത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും പ്രയാസമായിരുന്നു. പക്ഷേ നമുക്കറിയാം, ഒരു ഘട്ടത്തിൽ ഓരോരുത്തരായി വിട പറയുമെന്നത്. അങ്ങനെ വിട പറഞ്ഞ നേതാവിൻ്റെ പ്രവർത്തന രീതി അത് പാർട്ടിയുടെ കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൂടി വളർന്നു വരുന്നതാണ്. അതിന്റെ ഭാഗമായി തന്നെ അദ്ദേഹം ഒരു വ്യക്തി എന്ന നിലക്ക് ഇല്ലാതാകുന്നെങ്കിലും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളോടൊപ്പം പങ്കുവഹിച്ചവര്, ഒപ്പം സഞ്ചരിച്ചവര്, ആ പ്രവർത്തനങ്ങൾ മാതൃകയാക്കിക്കൊണ്ടുള്ള കൂട്ടായ പ്രവർത്തനം നടത്താനാണ് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് മഹാരഥന്മാരായ ഒട്ടേറെ അനിതര സാധാരണമായ കഴിവുണ്ടായിരുന്ന നേതാക്കൾ ഓരോരുത്തരായി വിട്ടുപിരിയുമ്പോഴും പാർട്ടിക്ക് ആ കൂട്ടായ നേതൃത്വം നിലനിർത്താൻ കഴിഞ്ഞത്. VSന്റെ കാര്യത്തിലും അതേ തലം തന്നെയാണ് പാർട്ടി സ്വീകരിച്ചു പോകുന്നത്. VSന് പകരമായി VS മാത്രമേ ഉള്ളൂ. അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി കണ്ടുകൊണ്ട് തന്നെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ അദ്ദേഹത്തിന്റെ വിടവ് മറ്റോരോരുത്തരുടെയും വിടവ് നികത്തിയ രീതിയിൽ നികത്തുന്നതിനാണ് പാർട്ടി ശ്രമിച്ചു വരുന്നത്. ഈ കാലം VS നമ്മെ വിട്ടുപിരിഞ്ഞതിന് ശേഷമുള്ള ഒരു വർഷക്കാലം പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉയർന്നു വന്നൊരു കാലമാണ്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. പാർട്ടി, നമ്മുടെ നാട്, നമ്മുടെ രാജ്യം, നമ്മുടെ ലോകം, ഇതെല്ലാം നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. ഈ കാലയളവിൽ കേരളത്തിൽ പല കുടുംബങ്ങളിലും വല്ലാത്ത അസ്വസ്ഥത നിലനിൽക്കുകയാണ്. എന്താകും ഭാവി? മകന്റെ, സഹോദരന്റെ, ഭർത്താവിന്റെ ഭാവി എന്താകും എന്ന് ചിന്തിക്കുന്ന കുടുംബാംഗങ്ങൾ. അത് ഇപ്പൊ നടക്കുന്ന ഇറാൻ യുദ്ധത്തിന്റെ ഭാഗമായുള്ളതാണ്. ഇവിടെ ഇറാനെ ആക്രമിക്കാൻ പുറപ്പെട്ട അമേരിക്ക ഏതാനും നിമിഷം കൊണ്ട് ഇറാനെ ഇങ്ങനെയൊക്കെ പൊടിച്ച് കയ്യിലെടുക്കാം എന്നായിരുന്നു കരുതിയിരുന്നത്. യുദ്ധം തുടങ്ങിയപ്പോഴാണ് അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാകുന്നത്. ഇപ്പോ പരിധി വിട്ടു പോവുകയാണ്. വിവിധ തരത്തിലുള്ള സമാധാന ശ്രമങ്ങൾ നടന്നെങ്കിലും ഒന്നിനും അമേരിക്കയും ഇസ്രയേലും വഴങ്ങുന്നത് നിലപാടില്ല. നാം കാണേണ്ടത് ഗൾഫിൽ ജീവിക്കുന്ന അനേക ലക്ഷം ആളുകളുണ്ട്. നമ്മുടെ രാജ്യത്തിന് ഈ യുദ്ധമുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ BJP ഗവൺമെന്റ് സാധിക്കുന്നില്ല. BJP പൂർണ്ണമായും അമേരിക്കൻ പക്ഷപാതിത്വമുള്ളൊരു പാർട്ടിയാണ്. അമേരിക്കൻ നിലപാടാണ് അംഗീകരിക്കുന്നത്. ദീർഘകാലം, നൂറ്റാണ്ടുകളായി നമ്മുടെ രാജ്യവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാഷ്ട്രമാണ് ഇറാൻ. പക്ഷേ അവരെ കണ്ട ഭാവം നടിക്കുന്നില്ല. അമേരിക്കയിൽ തന്നെ അമേരിക്കക്കെതിരായ വികാരം ഉയർന്നു വരുന്നു. NATO രാജ്യങ്ങളിൽ അമേരിക്കക്കെതിരായ വികാരം ഉയരുന്നു. നിങ്ങളുമായി സഹകരിക്കില്ല എന്ന് NATO രാഷ്ട്രങ്ങൾ പറയുന്നു. അപ്പോഴാണ് ഇന്ത്യ ഗവൺമെന്റ് പൂർണ്ണമായി അമേരിക്കയെ പിന്താങ്ങുന്നത്. നമ്മുടെ രാജ്യത്തിന് പൊതുവെ ആപത്താണ്. നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ നാടിന് വലിയ ആപത്തുകളാണ് ഇതുകൊണ്ട് സംഭവിക്കുന്നത്. വല്ലാത്ത ആശങ്ക പല കുടുംബങ്ങളിലും ഉയരുന്നു. എല്ലാ കാലത്തും സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിരുന്ന ഇന്ത്യ എന്ന രാജ്യത്തിന്റെ സാമ്രാജ്യത്വ വിരുദ്ധ സമീപനം പോയിരിക്കുന്നു, പൂർണ്ണമായി ഉപേക്ഷിച്ചിരിക്കുന്നു. ഇത് വലിയ തോതിലുള്ള എതിർപ്പ് ജനങ്ങളിലാകെ ഉയർന്നു വരേണ്ട ഒരു പ്രശ്നമായിട്ടാണ് മാറിയിട്ടുള്ളത്. ഇപ്പോ രാജ്യ തലസ്ഥാനം അഭൂതപൂർവമായൊരു മുന്നേറ്റം കാണുകയാണ്. വാങ്ചുങ് നടത്തിയ നിരാഹാരവും അതിനെ തുടർന്നുള്ള കാര്യങ്ങളും BJP ഗവൺമെന്റ് അതിനിസ്സാരമായിട്ടാണ് അതിനെ കണ്ടിരുന്നത്. ആ പ്രക്ഷോഭത്തെ, യുവജനങ്ങളുടെ നീക്കത്തെ മുഖവിലക്കെടുക്കാൻ BJP സർക്കാർ തയ്യാറായിരുന്നില്ല. വാങ്ചുങ്ങിനോടൊപ്പം ഫലപ്രദമായി അണിനിരക്കാൻ SFI പോലുള്ള DYFI പോലുള്ള സംഘടനകൾ തയ്യാറായി. അതിന്റെ ഭാഗമായുള്ള യുവജനങ്ങളും വൻതോതിൽ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. ആദ്യം അവഗണിച്ച BJP ഗവൺമെന്റ് തന്നെ പിന്നീട് അവരുമായി സംസാരിക്കേണ്ടതായി വന്നു, ചർച്ച ചെയ്യേണ്ടതായി വന്നു. പക്ഷേ ക്രിയാത്മകമായൊരു നിർദ്ദേശവും ഉണ്ടായില്ല എന്നതുകൊണ്ട് തന്നെ സമരം കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുന്നു. BJP സർക്കാരിനെതിരെയുള്ള വികാരം ഏത് രീതിയിൽ ഉയർന്നു വരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. കൂടുതൽ
ജനവിഭാഗങ്ങൾ ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അണിനിരക്കുകയാണ്. ഡൽഹിയിൽ മാത്രമല്ല, കേരളത്തിലെ ലോക് ഭവന് മുന്നിലും പ്രക്ഷോഭം നടക്കുന്ന സ്ഥിതിയുണ്ടായി. SFIയുടെയും മറ്റു നേതൃത്വത്തിൽ വിവിധ തരത്തിലുള്ള യുവജന നീക്കങ്ങൾ BJP ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഉയർന്നു വരികയാണ്. ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കുന്ന നടപടികൾ നമ്മുടെ രാജ്യത്തെ വലിയ തോതിൽ പുറകോട്ടടിപ്പിക്കുന്നതാണ്. നേരത്തെ മുതൽക്കേ അത്തരം നടപടികളാണ് BJP നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. RSSന്റെ നേതൃത്വത്തിലുള്ള RSS നേതൃത്വം അംഗീകരിച്ച പാർട്ടിയാണ് BJP. RSSന്റെ നയമാണ് നടപ്പാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ ഭരണഘടനയെ അംഗീകരിക്കാനാവുന്നില്ല. ഭരണഘടനയ്ക്കെതിരെയുള്ള നീക്കങ്ങൾ പലയിടങ്ങളിലായിട്ടുണ്ടാകുന്നു. തങ്ങളുടേതായ അജണ്ട നടപ്പിലാക്കാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായി നടക്കാൻ പാടില്ലാത്ത പല കാര്യങ്ങളും നടക്കുന്നു. എല്ലാ കാര്യങ്ങളിലേക്കും ഇപ്പൊ പോകുന്നില്ല. പക്ഷേ SIR എന്ന പേരിൽ നടപ്പാക്കിയ അതിതീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, അതിന്റെ ഭാഗമായി ലക്ഷക്കണക്കിൽ വോട്ടർമാർ തള്ളപ്പെട്ടിരിക്കുന്നു. ഈ തള്ളപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വമില്ല എന്ന നിലപാടിലേക്ക് സർക്കാർ എത്തുന്നു. ഏറ്റവും ആശ്വാസകരമായ കാര്യം സുപ്രീം കോടതി അതിൽ ഇടപെട്ടു എന്നുള്ളതാണ്. അത് ശരിയല്ല, പൗരത്വത്തെ അത് ബാധിക്കാൻ പാടില്ല എന്ന നിലപാട് കൃത്യമായ രീതിയിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്രമാത്രം ആപൽക്കരമായ രീതിയിലാണ് രാജ്യത്തെ ജനങ്ങളെ പൗരന്മാരല്ലാതാക്കുന്ന നിലയടക്കം വരുന്നത് എന്നാണ് നാം കാണേണ്ടത്. ഇതിലെല്ലാം സ്വീകരിക്കുന്ന വർഗീയ നിലപാടുണ്ട്. ആ വർഗീയ നിലപാടിലൂടെയാണ് കാര്യങ്ങൾ നീക്കാൻ BJP ഗവൺമെന്റ് തയ്യാറാകുന്നത്. എല്ലായിടങ്ങളും വർഗീയ നീക്കങ്ങൾ ശക്തിപ്പെടുകയാണ്. മതനിരപേക്ഷത കൂടുതൽ കരുത്തോടെ വളർത്തിയെടുക്കേണ്ട ഘട്ടമാണിത്. മതനിരപേക്ഷതക്ക് പോർലേൽപ്പിക്കാനുള്ള വൻ നീക്കങ്ങളാണ് BJPയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്ന് നാം കാണണം. ഇപ്പോ പാർലമെന്ററി ജനാധിപത്യത്തിൽ തന്നെ വിലയില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ പാർട്ടികൾക്ക് സംഭവിക്കുന്നത് നോക്കൂ. നമ്മുടെ രാജ്യത്ത് ശക്തമായ കൂറുമാറ്റ നിരോധന നിയമമുണ്ട്. ആ കൂറുമാറ്റ നിരോധന നിയമത്തിന് വല്ല വിലയുണ്ടോ? ഒരു പാർട്ടിയിൽപ്പെട്ട ധാരാളം ആളുകളെ ഒന്നിച്ച് വിലക്കെടുക്കില്ലേ? ചെറിയ തോതിലാണോ നടക്കുന്നത്? വൻതോതിൽ ഇത്തരം നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുകയാണ്. പണം കൊണ്ട് മൂടുന്നു. കയ്യിലുള്ള ചീർത്ത സമ്പത്ത് ഇത്തരം ദുർവൃത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കാനാകുമെന്ന ഹുങ്ക്, കയ്യിലുള്ള അധികാരം അതുപയോഗിച്ച് പലരെയും വരുതിയിൽ നിർത്താം എന്ന ഹുങ്ക്. നമ്മൾ ഇവിടെ കാണുന്നത് പോലുള്ള രാഷ്ട്രീയക്കാരല്ല ഇവിടം വിട്ടാൽ. അവരിൽ പലരും കോടാനുകോടികളുടെ ആസ്തിയുള്ളവരാണ്. അവരെ പെട്ടെന്ന് തന്നെ ഭയപ്പെടുത്താൻ കഴിയും. നമ്മള് കാണുന്നത് പോലെയല്ല അവര് കാര്യങ്ങളെ കാണുക. തങ്ങളുടെ കയ്യിലുള്ള രാഷ്ട്രീയ അധികാര ഏജൻസിയെ അങ്ങോട്ട് പറഞ്ഞയച്ചാൽ അപ്പോ കാലിൽ അതൊരു ഭാഗത്ത്. പണം കൊണ്ട് മൂടേണ്ടവരെ പണം കൊണ്ട് മൂടൽ. എല്ലാ ദുർവൃത്തികളും നടക്കുകയാണ്. ഇവിടെ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ സാങ്കത്യം തങ്ങൾ ഉദ്ദേശിച്ചിടത്തേക്ക് രാജ്യത്തെ എത്തിക്കുക. അതിനാണ് കാര്യങ്ങൾ നീക്കുന്നത്. എന്തിനാണത്? അവരുദ്ദേശിക്കുന്ന ഭാരതം സൃഷ്ടിക്കാൻ. ഇപ്പൊ അതിന്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അവർ കാണുന്ന ഒരു ഭാരതമുണ്ട്, അതിതല്ല, അതിലേക്ക് എത്തിക്കണം. അതിനാണ് നീക്കം. ഇതെല്ലാം അതീവ ഗൗരവമായി കാണേണ്ട ഒരു കാലമാണിത്. നമ്മുടെ കേരളം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടു. ഇവിടെ വലതുപക്ഷം അധികാരത്തിലേറി. ഞങ്ങള് ഒരു പുതിയ ഗവൺമെന്റ് വന്ന് 2-3 മാസം എന്താണ് ആ ഗവൺമെന്റ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കാം എന്ന നിലപാട് മാത്രമേ എടുത്തിരുന്നുള്ളൂ. പക്ഷേ തുടക്കത്തിൽ തന്നെ കണ്ടത് എന്താണ്? ആദ്യം ഗവർണറുടെ നയപ്രഖ്യാപനം, തൊട്ടു പിന്നാലെ ധവളപത്രം, അതിനു പിന്നാലെ ബജറ്റ്. ഇതിലൊക്കെ തങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമായി കേരളത്തോട് അവർ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ രാജ്യത്തുള്ള BJP ഇതര സംസ്ഥാനങ്ങളെ ആകെ ഞെരുക്കുന്ന, ശ്വാസം മുട്ടിക്കുന്ന നടപടികളാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. എല്ലാ BJP ഇതര ഗവൺമെന്റുകൾക്കും കേന്ദ്രത്തിനെതിരെ വിമർശനമുയർത്തേണ്ടി വരുന്നുണ്ട്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം കേന്ദ്ര ഗവൺമെന്റ് ഏതെല്ലാം തെറ്റായ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടോ അതിനെല്ലാം എതിരെയുള്ള വിമർശനം നാം ശക്തമായി ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോ പുതിയ ഗവൺമെന്റ് അതിന് തയ്യാറല്ല. അത്തരത്തിലൊരു വിമർശനത്തിന് അവർ സന്നദ്ധമല്ല. നയപ്രഖ്യാപനത്തിലാണ് കാര്യങ്ങൾ വ്യക്തമാക്കുക. കേന്ദ്രത്തിനെതിരെ അരേ അക്ഷരം അതിൽ കാണാൻ കഴിയില്ല. എന്തുകൊണ്ടാണിത്? സ്വാഭാവികമായി പ്രതിപക്ഷം ചോദിച്ചു. കേന്ദ്രവുമായി സംഘർഷമല്ല ഞങ്ങളുടെ നയം എന്നതാണ് മറുപടി. നമ്മൾ അനാവശ്യമായി സംഘർഷത്തിന് പോകേണ്ട കാര്യമില്ല. തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുമ്പോ അതിനെതിരെ പറയണ്ടേ? കേരളത്തിന്റെ താല്പര്യം സംരക്ഷിക്കുമെന്ന് പറയണ്ടേ? ഇവിടുത്തെ അനുഭവമില്ലേ? അത്തരമൊരു പരാമർശത്തിന് അവർ തയ്യാറല്ല. അതോടൊപ്പം വൻപിച്ച താല്പര്യം സ്വകാര്യവൽക്കരണത്തിന്, പൊതുമേഖലാ സ്ഥാപനങ്ങളോട് വല്ലാത്ത അലർജി. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ച് കണ്ടാൽ മതി.
നയപ്രഖ്യാപനം, ധവളപത്രം, ബജറ്റ് എന്താണ് എല്ലാറ്റിലും കാണുന്നത്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ നാട്ടിൽ തുടരേണ്ടതില്ല. ആരുടെ നയമാണത്? ആ നയമാണ് BJP നടപ്പാക്കുന്നത്. BJP നടപ്പാക്കുന്ന അതേ നയം കേരളത്തിൽ തങ്ങൾ നടപ്പാക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വൻതോതിലുള്ള സ്വകാര്യവൽക്കരണ നീക്കങ്ങൾ. ഇപ്പൊ നമ്മുടെ സംസ്ഥാനം ധാതുക്കൾ കൊണ്ട് സമൃദ്ധമാണ്. ആ ധാതുക്കൾ സ്വകാര്യ ഖനനത്തിന് വിട്ടുകൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് എല്ലാ ഘട്ടത്തിലും നാം എതിർത്ത കാര്യമാണ്. പൊതുമേഖലയിൽ മാത്രമേ ഖനനം പാടുള്ളൂ എന്ന നിലപാടാണ് കേരളം എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെന്റ് നിലപാടിലേക്ക് മാറുന്നു, കേന്ദ്ര ഗവൺമെന്റ് നയത്തിലേക്ക് മാറുന്നു, കോർപ്പറേറ്റുകൾക്ക് വഴിപ്പെടും നിലവരുന്നു. നമ്മുടെ നാടിന്റെ പൊതുവായ ഒരു സ്വത്താണ് വിഴിഞ്ഞം പോർട്ട്. വിഴിഞ്ഞം പോർട്ട് അദാനിയുടെ പോർട്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും സർക്കാർ ഉടമസ്ഥയിലുള്ള പോർട്ടാണത്. നിശ്ചിത കാലം അദാനിക്ക് അത് കൈവശം വെക്കാൻ അധികാരമുണ്ട് ഇപ്പോൾ ഉള്ള കരാർ അനുസരിച്ച്. പക്ഷെ അപ്പോഴും കേരള സർക്കാരിൻ്റെതാണ് ആ പോർട്ട്. വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ പോകുന്നില്ല. അതില് കൺസെഷണർ എന്ന നിലക്ക് അദാനി വെച്ചിട്ടുള്ള എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിലുള്ള ഒരു വകുപ്പ് ഇതിലേതെങ്കിലും തരത്തിലുള്ള മാറ്റം നിശ്ചിത ശതമാനത്തിന് മേലെ ഷെയർ കൊടുക്കുന്നുവെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം. 25% ഷെയർ ഇവിടെ ആ വ്യവസ്ഥ ലംഘിക്കുന്നു. 49% ഷെയർ മറ്റൊരു കമ്പനിക്ക് കൊടുക്കാൻ തീരുമാനിക്കുക മാത്രമല്ല, ഞങ്ങൾ ഇങ്ങനെ ചെയ്തിരിക്കുന്നുവെന്ന് കേന്ദ്ര ഏജൻസിയായ സെബിയെ അറിയിക്കുന്നു. എവിടുന്ന് കിട്ടി അദാനിക്ക് ഇത്ര ധൈര്യം? ഇവിടെ ഒരു സംസ്ഥാന സർക്കാരുണ്ടല്ലോ. ആ സംസ്ഥാന സർക്കാരിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങേണ്ട ഒരു കാര്യം സംസ്ഥാന സർക്കാരിനെ അറിയിക്കുക പോലും ചെയ്യാതെ ഏകപക്ഷീയമായി നടപ്പാക്കി എന്നത് എങ്ങനെ വന്നു? എങ്ങനെയാ ധൈര്യം വന്നു? ഇതാണ് നാം കാണേണ്ട കാര്യം. ദുരൂഹത മുഖ്യമന്ത്രി വിശദീകരിക്കും തോറും കൂടുതൽ ദുരൂഹതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ആർക്കും ബോധ്യമാകുന്നില്ല. അദ്ദേഹത്തിന്റെ പാർട്ടി നേതാവായ ആളുകൾക്ക് പോലും ബോധ്യമാകുന്നില്ല. പലരും വ്യത്യസ്ത നിലപാടെടുക്കുന്നു. പല കാര്യങ്ങളിൽ ഇത് കാണാൻ കഴിയുന്നു. എന്തുകൊണ്ടാണ് ഇത്തരമൊരവസ്ഥ വരുന്നത്? എവിടെയാണ് സുതാര്യത മാഞ്ഞു പോകുന്നത്? എന്തുകൊണ്ടാണ് എല്ലാവരും വിശ്വസിക്കുന്ന കള്ളക്കളികൾ ഇതിന്റെ ഭാഗമായി വന്നിരിക്കുന്നത്? ഇപ്പൊ നമ്മുടെ നാടിനെ തീർത്തും പുറകോട്ടടിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആരോഗ്യരംഗം, നമ്മുടെ വിദ്യാഭ്യാസ രംഗം, നമ്മുടെ വൈദ്യുതി രംഗം ഇവയെല്ലാം സ്വകാര്യവൽക്കരിക്കാൻ പോകുന്നു. ആരോഗ്യരംഗം ഏറ്റവും യശസ്സോടെ നിന്ന കാലമാണിത്. വിദ്യാഭ്യാസ മേഖല വലിയ പുരോഗതി ആർജിച്ച ഘട്ടമാണിത്. നമ്മുടെ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിൽ പൊതുവിദ്യാലയങ്ങൾ അടഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ അതിന്റെ കണക്കിലേക്ക് പോകുന്നില്ല എന്ന് മാത്രമാണ്. ആ ദുരവസ്ഥയിലേക്ക് കേരളത്തെ എത്തിക്കാനാണ് നോക്കുന്നത്. വൈദ്യുതി മറ്റെല്ലായിടവും സ്വകാര്യവൽക്കരിച്ചതാണ്. ഇവിടെയാണ് പൊതുമേഖല. അപ്പൊ തീർത്തും തെറ്റായ നീക്കങ്ങൾ. ഇതിനെല്ലാം ശക്തമായി നേരിടേണ്ടതായിട്ടുണ്ട്. ഇതിനോടൊന്നും വിട്ടുവീഴ്ച കാണിക്കാനാവില്ല. വിട്ടുവീഴ്ച കാണിക്കാത്തത് UDF ഗവൺമെന്റ് ആയതുകൊണ്ടല്ല, വിട്ടുവീഴ്ച കാണിക്കാത്തത് കേരളത്തിന്റെ താല്പര്യത്തിനെതിരായതുകൊണ്ടാണ്. എങ്ങനെയാണോ കേരളം വളർന്നു വരേണ്ടത് അങ്ങനെയല്ല കേരളത്തെ വളർത്താൻ നോക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ കേരളത്തിനെതിരായ, കേരളത്തെ പുറകോട്ടടിപ്പിക്കുന്ന ഒരു നടപടിക്കും കൂട്ടുനിൽക്കാനാകില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രതിരോധം ഇത്തരം കാര്യങ്ങളിൽ ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോ ഒരു കാര്യം ആവിയായി പോയല്ലോ. കേരളത്തിലെ LDF ഗവൺമെന്റിന്റെ സാമ്പത്തിക രംഗത്തെ കെടുകാര്യസ്ഥയെ കുറിച്ചായിരുന്നല്ലോ വൻതോതിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴതാ CNTG-യുടെ ഈ സാമ്പത്തിക വർഷത്തിന്റെ ആദ്യത്തെ 3 മാസത്തെ റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഏപ്രിൽ, മെയ്, ജൂൺ 3 മാസം. ആ റിപ്പോർട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മെയ് വരെ, മാർച്ച് വരെ ഇവിടെ അധികാരത്തിലിരുന്ന, പിന്നെ തെരഞ്ഞെടുപ്പാണല്ലോ, ആ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ UDF അധികാരത്തിൽ വരുന്നു. LDF സർക്കാരിന്റെ, കഴിഞ്ഞ സർക്കാരിന്റെ സാമ്പത്തിക രംഗത്തെ പ്രവർത്തനം വളരെ മികവാർന്നതായിരുന്നു. അതുകൊണ്ട് കേരളം മെച്ചപ്പെട്ടിരിക്കുന്നു, വൻ നേട്ടം നേടിയിരിക്കുന്നു എന്നാണ് ഇപ്പോ CNTG-ക്ക് പോലും പറയേണ്ടി വന്നത്. ആ റിപ്പോർട്ട് ഇപ്പോ ഇവരെ കക്ഷത്തുണ്ട്. ഇതാണ് വസ്തുത. വസ്തുതകൾ ഓരോന്നായി പുറത്തു വരും. കേരളത്തിന്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നടപടികളുമായി വന്നാൽ ഒരു സംശയവുമില്ല, ഞങ്ങൾ പിന്താങ്ങും. പക്ഷേ കേരളത്തിന്റെ താല്പര്യങ്ങൾക്കെതിരാണ് എല്ലാ നടപടിയും. അതുകൊണ്ട് തന്നെ ശക്തമായി അവയെ പ്രതിരോധിക്കേണ്ടതായി വരും. ആ പ്രതിരോധങ്ങൾക്ക് VS-ന്റെ സ്മരണ നമുക്ക് ഏവർക്കും കൂടുതൽ കരുത്ത് നൽകുന്നതായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് VS-ന്റെ സ്മരണക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട്
അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ.